വിശുദ്ധ മർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിക്കപ്പെട്ട 7 പള്ളികളിൽ അരപ്പള്ളി എന്നറിയപ്പെടുന്ന ദേവാലയമാണ് ഇത്. ഇന്ന് ലോകത്ത് സ്ഥിതി ചെയ്യുന്ന ദേവാലയങ്ങളിൽ ഏറ്റവും പഴക്കം കൂടിയ ദേവാലയം, അതായത് പൊളിച്ച് പണിയപ്പെട്ടിട്ടില്ലാത്ത ഒരു ദേവാലയമാണ് ഇത്. ഇത് അരപ്പള്ളി എന്ന് പറയുന്നത് കൊണ്ട് പലപ്പോഴും നമുക്ക് അതിനൊരു ഒരു മുഴുമയായിട്ടില്ലാത്ത, പൂർണ്ണത എത്താത്ത ഒരു ദേവാലയം എന്ന ഒരു ചിന്ത പലപ്പോഴും ഉണ്ട്. എന്നാൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള വിവക്ഷകൾ അതിനുണ്ട്. ഒന്നാമതായിട്ട് ഇത് അരപ്പള്ളി എന്ന് പറയാനുള്ള നമ്മുടെ സാധാരണ വാച്യമായ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ അരപ്പള്ളി എന്ന് പറയുമ്പോൾ പൊതുവേ ഇതിൻ്റെ ഘടനയിൽ ഇതൊരു ചെറിയ പള്ളിയാണ്. ഒരു മുഴുവൻ ദേവാലയത്തിൻ്റെ വലിപ്പം ഒന്നും ഇതിനില്ല. കൂടി വന്നാൽ നമ്മൾ നോക്കിയപ്പോൾ ക്ഷേത്ര നിർമ്മാണ രീതികളൊക്കെ ഒരുപക്ഷെ നമുക്കിതിവിടെ കാണുവാനായിട്ട് സാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് ഈ ദേവാലയം, ഇന്ന് കാണുന്ന ദേവാലയത്തിൻ്റെ പകുതി ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഈ നാടിൻ്റെ സാംസ്കാരികമായ രീതിയിൽ അതിൻ്റെ ശില്പകലാ രീതിയും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു ദേവാലയത്തിൻ്റെ മാതൃകയായിരുന്നു ഇതിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു അരപ്പള്ളി എന്ന ഒരു നാമം കൊടുക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് അരജൻ കൊടുത്ത സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ടതായ ദേവാലയം. അതുകൊണ്ട് ഇതിനെ അരജൻ്റെ പള്ളി എന്ന് പറഞ്ഞ് പിന്നീട് അത് ലോപിച്ച് അരപ്പള്ളി എന്ന്, അരജപ്പള്ളി എന്നും പിന്നീട് അരപ്പള്ളി എന്നും പറയപ്പെടുന്നുണ്ട്. മൂന്നാമതായിട്ട് ഉള്ള ഒരു വിവക്ഷ എന്ന് പറയുന്നത് ഈ ദേവാലയത്തിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഇന്ന് കാണുന്നത് ഓടുമേഞ്ഞ മച്ചിട്ട് അലങ്കൃതമായ രീതിയിലാണ്. എന്നാൽ ഒരു കാലത്ത് ഈ ദേവാലയത്തിൻ്റെ മുകൾ ഭാഗവും കല്ലുകൾ കൊണ്ട് പാകിയ നിലയിലായിരുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് ഇവിടെയുള്ള ഈ കല്ലുകൾക്കിടയിലുള്ള ഈ ലോക്കിംഗ് സിസ്റ്റം ഇത് കൊണ്ടുവരുന്നത് നമുക്ക് മനസ്സിലാകും. ഇതിനുള്ളിലേക്ക് മറ്റ് കല്ലുകളുടെ ഇട്ട് ലോക്ക് ചെയ്യുമായിരുന്നു ഇത് മൂടപ്പെട്ടിരുന്നത്. അങ്ങനെ മൂടപ്പെട്ടിരുന്ന ഈ കാലക്രമത്തിൽ അരയാലുകൾ കിളിർത്തു വരികയും അത് ഈ ദേവാലയത്തിന് മുകളിൽ വളരെ വലിയ രീതിയിൽ നിൽക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതിന് അരയാൽ നിന്ന പള്ളി, അരയാൽ പള്ളി എന്ന് പറഞ്ഞ് അരപ്പള്ളി എന്ന് ആയി എന്നിവിടെ പറയുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് നമുക്കിതൊരു ക്രിസ്തീയ ദേവാലയമാണോ എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും ചരിത്രകാരന്മാർക്കിടയിലൊക്കെ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ദേവാലയത്തിൽ കണ്ടെത്തപ്പെട്ടിട്ടുള്ള വിശുദ്ധ മർത്തോമാ ശ്ലീഹാ ഈ ദേവാലയം പണിയിച്ചു എന്നാണ് നമ്മൾ ഇന്നും വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൈകളിൽ കൊത്തപ്പെട്ടു എന്ന പാരമ്പര്യമായിട്ട് തന്നെ വിശ്വസിച്ചു പോരുന്ന ഒരു കുരിശ് ഇവിടെ ഈ തെക്കേ ഭിത്തിയിൽ, വിശുദ്ധ ബഹായുടെ തെക്കേ ഭിത്തിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കുരിശ് കണ്ടെത്തിയതോടുകൂടിയാണ് ഇതൊരു ക്രിസ്തീയ ദേവാലയമാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പൂമുഖ പടിവാതിൽ കട്ടുളയുടെ മുകളിലായിട്ട് വിശുദ്ധ കുർബാനയെ വണങ്ങി നിൽക്കുന്ന 2 മാലാഖമാരുടെ ചിത്രം കൊത്തിയ കല്ലും അവിടെ വെച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇതൊരു ക്രിസ്തീയ ദേവാലയമാണ് എന്നുള്ള ആ ഒരു വാദത്തെ സാധൂകരിക്കുന്നതായ കാര്യങ്ങൾ ആണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ദേവാലയത്തിൻ്റെ നിർമ്മിതി നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. ഈ കല്ലുകളൊക്കെ തന്നെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നതും ഈ ദേവാലയത്തിൻ്റെ വിഭജിച്ചിരിക്കുന്നതായ ഘടനയും എല്ലാം തന്നെ 1-ാം യെരൂശലേം ദേവാലയത്തിൻ്റെ നിർമ്മാണ രീതിയുമായിട്ട് ഒട്ടേറെ സാമ്യം പുലർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ വിദേശീയ രാജ്യങ്ങളിൽ നിന്നുള്ള, അല്ലെങ്കിൽ ഒരുപക്ഷെ ചരിത്രകാരന്മാർ പറയുന്ന പോലെ മർത്തോമാ ശ്ലീഹായോടൊപ്പം വന്ന വ്യാപാര സമൂഹത്തിൻ്റെ അവരുടെ ഒരു സ്വാധീനം ഇതിൻ്റെ നിർമ്മാണത്തിൽ വളരെയധികം ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നിർമ്മിതിയുടെ രീതി അവർ അവലംബിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട്. പരമ്പരാഗത രീതിയിൽ ഒരുപക്ഷെ അന്നത്തെ കാലത്ത് നമുക്കറിയാം വൈദ്യുതിയുടെ ഉപയോഗമൊന്നും ഇല്ലായിരുന്നു, കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത കാലത്തായിരുന്നത് കൊണ്ട് തന്നെ ഇവിടെ തൂണുകളിലൊക്കെ കാണാൻ ചെറിയ വിളക്കുകളൊക്കെ കുത്തിവെച്ചിട്ടുണ്ട്. ഈ തൂണുകളിൽ അവിടെ ഒരു തൂണിലും ഒക്കെ ആയിട്ട് കുത്തിവെച്ചിട്ടുണ്ട്. വിശുദ്ധ മദ്ബഹായിലും ഒക്കെ ചെറിയ കിളിവാതിലുകളോട് കൂടിയാണ്, ചെറിയ രീതിയിൽ ആണ് ഇതെല്ലാം നിർമ്മിതി ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിന് മുകളിലായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു മേട ആണ്. ഇത് മനോവേദനയിലിരിക്കുന്നവരെ ചേർത്ത് കൊള്ളുന്നവരെ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് ചേർക്കണമേ. കുറ്റങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുന്നവനെ എൻ്റെ കുറ്റങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കണമേ. എൻ്റെ ദാസന്മാരെ കാത്തുകൊള്ളുന്നവരും എൻ്റെ ഭവനക്കാരെ സൂക്ഷിച്ചുകൊള്ളുന്നവരുമായവനെ ഞാൻ നിന്നെയായിട്ട് വിചാരിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാതെ എൻ്റെ വായുക്കൊരു കാവൽക്കാരൻ്റെ, എൻ്റെ സ്മരണക്കൊരു കാവൽക്കാരൻ്റെ, എൻ്റെ ഹൃദയങ്ങൾക്കൊരു കാവൽക്കാരൻ്റെ, എൻ്റെ ഹൃദയത്തിനൊരു കാവൽക്കാരൻ്റെ, എൻ്റെ വിചാരങ്ങൾക്കൊരു കാവൽക്കാരനെ ജീവിക്കുന്നു.
എൻ്റെ ജീവിതവും വിചാരങ്ങളും വചനങ്ങളും പ്രവർത്തികളും ജോലികളും നടപടികളും വേനുള്ള സകലത്തെ ഇഷ്ടപ്രകാരവും മത്സരക്കാരായ വിചാരികളുടെ ഇഷ്ടപ്രകാരവുമല്ല നിന്റെ ഇഷ്ടപ്രകാരം ഭരിക്കപ്പെടുമാറാകണമേ. ദാവീദന്മാരുടെയും താമസന്മാരുടെയും പ്രയാസം അനുഭവിക്കുന്നവരായ